ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സവാള എടുത്ത് ഇങ്ങനെ നട്ടു വെച്ചു. പൊടിക്കോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ്. അപ്പം നോക്ക്, അത് നന്നായിട്ട് കിളിർത്ത് അതിൻ്റെ പൂവായിട്ട് നിൽക്കുന്നുണ്ടോ. അപ്പോൾ സവാള നട്ടാലും പൊടിക്കും, ചെറുള്ളി നട്ടാലും പൊടിക്കും. കണ്ടോ? പിന്നെ കോഴി കൊത്തിയതാണ്. അപ്പോൾ വാഴക്കന്ന് എല്ലാം പൊടിച്ചു. 40 മൂട് നട്ടെല്ലാം പൊടിച്ചു. പക്ഷേ കോഴിയുടെ ശല്യമാണ്. അതാണ് ഈ രീതിയിലൊക്കെ ചെയ്ത് വയ്ക്കുന്നത്, വിറകുകൾ പറക്കി വെച്ചിരിക്കുന്നത്. കുറച്ച് പയർ നട്ടു, പയർ പൊടിച്ചു. ഇത് ബീൻസ് പൊടിച്ചു. പാവൽ. എൻ്റെ കത്തിരിക്ക കുഞ്ഞിലേ ഒരു കാ വന്ന് കണ്ടോ. അയ്യോ, അതൊരു സന്തോഷമായി. കുഞ്ഞു ചെടിയാണ് ഇത്. ഞാൻ ബീട്രൂട്ട് അതിനെ അരിയാൻ വേണ്ടി എടുത്തതിന് ശേഷം അതിൻ്റെ മുള കൊണ്ട് നട്ടതാണ്. അതും പൊടിച്ചു. 2 എണ്ണം നട്ടു, 2ഉം പൊടിച്ചു. നല്ല മഴ കിട്ടിയപ്പോൾ വാഴകൾക്കൊക്കെ ഒരു സന്തോഷം വന്നു. ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങി നട്ട വാഴയാണ്. ഒരു 3 വാഴ വാങ്ങി. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. വലിയ കൊല കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. കണ്ടോ, അത് നന്നായിട്ട് കിളിർത്ത് വന്നിട്ടുണ്ട്. മഴ കിട്ടിയപ്പോൾ ഇവിടെ ഒരു ഓവ് പോലെ വെട്ടിയിട്ടിട്ടുണ്ട് വിളയിൽ. ഇഷ്ടത്തിന് വെള്ളം കിടക്കുകയാണ് മഴ വന്നപ്പോൾ. ഇത് കുറച്ച് വെണ്ട തൈ നട്ടതാണ്. അപ്പോൾ അത് പൊടിച്ചു. ഇപ്പോഴത്തെ കോഴികളെ എത്ര ഓടിച്ചാലും അത് പോകത്തില്ല. അതിങ്ങനെ ചുറ്റിപ്പറ്റി വാഴ മുട്ടി ഇങ്ങനെ കറങ്ങി നിൽക്കും. അപ്പോൾ ഒരു ഓല എടുത്ത് മറച്ച് വെക്കട്ടെ. അതിൻ്റെ ഈ വരമ്പത്തൂടെ കുറച്ച് മരിച്ചീനി കമ്പ് ഇങ്ങനെ നട്ടുപിടിപ്പിച്ചു. അപ്പോൾ അതും പൊടിച്ചു കിട്ടി. കണ്ടോ?